എല്ലാവർക്കും നമസ്കാരം. ധാരാളം ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്യാൻസറിന് അക്യുപഞ്ചറിന്റെ ചികിത്സയുണ്ടോ? ക്യാൻസർ അക്യുപഞ്ചർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ക്യാൻസർ അക്യുപഞ്ചറിൽ സുഖപ്പെടുത്താൻ കഴിയുക? കാരണം അലോപ്പതി പോലെയുള്ള ചികിത്സകൾ വർഷങ്ങളോളം തുടർന്നാൽ പോലും ആള് മരണപ്പെടുന്ന അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായും മാറാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ മരുന്നില്ലാതെ ആരോഗ്യത്തോടു കൂടി എങ്ങനെ ഈ ക്യാൻസർ രോഗിക്ക് അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ക്യാൻസർ രോഗികൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു രോഗം വന്നിട്ടാണല്ലോ നമ്മൾ ചികിത്സയെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം വരുന്നത്. എന്നാൽ ഈ രോഗം വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ, രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ഇത് പലപ്പോഴും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈനംദിനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായു, അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം, അതുപോലെ നമ്മൾ പൊതു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പദാർത്ഥങ്ങളിൽ നല്ലതിനെ ശരീരം സ്വീകരിക്കുകയും മാലിന്യം അഥവാ വിഷാംശങ്ങളെ ശരീരം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് ദൈനംദിനം നമുക്കറിയാം. മലമായിട്ടും മൂത്രമായിട്ട് വയർപ്പായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം പീരീഡ്സിലൂടെയും അതുപോലെ തന്നെ നമുക്ക് കഫമൊക്കെ ആയിട്ട് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിനകത്തെ മാലിന്യങ്ങളെ കൃത്യമായിട്ട് പുറന്തള്ളപ്പെടാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ ഈ പ്രോസസ്സ്, ഈ പ്രക്രിയ കൃത്യമായിട്ട് നടക്കാറില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ മലയാളികൾക്കിടയിൽ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് മലബന്ധം എന്ന് പറയും, കോൺസ്റ്റിപ്പേഷൻ. ഒരുപാട് ആളുകൾ ഭാവിയിലേക്ക് ഈ പറയപ്പെടുന്ന പൈൽസ്, അതുപോലെ തന്നെ മലബന്ധം, ഇങ്ങനെയുള്ള ക്യാൻസർ, ലിവറിൽ ക്യാൻസർ, അതുപോലെ തന്നെ കുടലിൽ ക്യാൻസറൊക്കെ വരുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആരോഗ്യ ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു നേരമല്ലേ വയറ്റിൽ നിന്ന് പോകാത്തേ ഉള്ളൂ. പക്ഷെ ഇത് പല പ്രാവശ്യമാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടുന്നതിന് അപ്പുറത്താണ്. പലപ്പോഴും ഇത്തരത്തില് പുറന്തള്ളപ്പെടേണ്ട മാലിന്യങ്ങൾ വർഷങ്ങളോളം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴ രൂപപ്പെടും, ഒരു കുമിള പോലെ രൂപപ്പെടും. ഇതാണ് പലപ്പോഴും നമ്മൾ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുന്ന ക്യാൻസറാണ്. വയറ്റിൽ മുഴ, അല്ലെങ്കിൽ രക്തക്കുഴലിൽ മുഴകളുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇന്ന ഭാഗത്ത് മുഴ. എത്രയും പെട്ടെന്ന് അത് എടുത്തു കാണണം. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗർഭപാത്രം, അതൊക്കെ എടുത്തു കളയണം. ഇത്തരത്തിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, ഇതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള മാലിന്യം പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ പുറന്തള്ളാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ശരീരം ഇന്നലെ കഴിച്ച ആഹാരം ദഹിച്ച് മാലിന്യങ്ങൾ, വേസ്റ്റ് പുറത്തേക്ക് പോയിട്ടില്ല? ഈ ഒരു ചിന്താഗതി, ഈ ഒരു ചിന്ത നമ്മുടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ആഹാരശീലങ്ങളിൽ, ഭക്ഷണശീലങ്ങളിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള ഈ പറയപ്പെടുന്ന മല, മൂത്രം, വിയർപ്പ്, ഈ പ്രവൃത്തികൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ഈ പറയപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ്, മാലിന്യം, വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതിലൂടെ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എന്നേക്കുമായി പരിഹരിക്കാൻ കഴിയും. ഇത്
ഈ മാലിന്യത്തെ, ഈ വേസ്റ്റിനെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള സെൽഫ് ക്യൂറിംഗ് മെക്കാനിസം പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരം പലപ്പോഴും മാരകമായിട്ടുള്ള മരുന്നുകളും ഇഞ്ചക്ഷനുകളും റേഡിയേഷനുകളും ഒക്കെ നൽകിക്കൊണ്ട് ഇതിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പലപ്പോഴും നമ്മൾ പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇത് ഈ രോഗത്തിന്റെ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയും അവരുടെ ആയുസ്സിനെ കുറച്ചുകൊണ്ട് അവരെ കൂടുതൽ അപകടത്തിലാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ശരീരത്തെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ ദൈനംദിനം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്യുപഞ്ചറിന്റെ കാഴ്ചപ്പാടിൽ കൃത്യമായ ചികിത്സ സ്വീകരിച്ച് കൃത്യമായ ചികിത്സ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഈ പറയപ്പെടുന്ന മാലിന്യത്തെ പുറന്തള്ളുന്ന പ്രക്രിയയെ അതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചികിത്സയിലൂടെ പരിഹരിച്ചുകൊണ്ട് ഈ മാലിന്യത്തെ പുറന്തള്ളുന്നതിലൂടെ ആ ശരീരത്തിലെ ആരോഗ്യ അവസ്ഥയെ മെച്ചപ്പെടുത്തുകയും രോഗാവസ്ഥയെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് അക്യുപഞ്ചർ ചികിത്സയിൽ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായും ആരോഗ്യമുള്ള രോഗമില്ലാത്ത ഒരു ജീവിതത്തിന് എല്ലാ ആളുകളും സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.